ആ നീ എന്താ ഇവിടെ നിക്കണേ? അകത്തേക്ക് കേറുന്നില്ലേ? ഇല്ല. എന്തുപറ്റി? ഒന്നുമില്ല. എന്തേ വൈകിട്ടൊന്നും അവിടെ ഇല്ലേ? നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൂടായിരുന്നില്ല? ഇത് മോന്തങ്ങനെ കയറ്റി പിടിച്ചിരിക്കണേ. ഒന്നുമില്ല പറഞ്ഞില്ലേ. ശരി എന്നാ ഒന്നുമില്ലെങ്കിൽ വേണ്ട. കാര്യം പറ, എന്താ പ്രശ്നം? ചേച്ചി എന്ത് പരിപാടി കാണിച്ചേ? എന്ത് പരിപാടി? ഈ ആവശ്യമില്ല എത്ര കാണാൻ പോണൊക്കെ എന്തിനാ? ഞാനിങ്ങോട്ട് എത്തുമ്പത്തിനും അതൊക്കെ എത്തിയോ? അബിയെ കാണാൻ പോയ എന്തിനാ? പിന്നെ കാണാൻ പോണ്ടേ? എന്ത് കാര്യത്തിന്? പിന്നെ എന്നെ നാണം കെടുത്താനാണോ? ഞാൻ ഇപ്പോഴെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടില്ലെങ്കിലേ നാണം കെടാൻ പോണത് ഞാനല്ല, നീയാ. ഞാൻ എങ്ങനെ നാണം കെടാനാ? നിനക്കൊന്നും അറിയില്ലേ? നീ അവനെ ആരെന്ന് ചോദിച്ചിട്ടാ? ദൈവം അവൻ. മനുഷ്യന്മാരായി ചെറിയ കുറവൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് കുറവല്ല, അവന് കൂടുതലാ. എല്ലാം വിദ്യാഭ്യാസവും കയ്യിലിരിപ്പും നാണക്കെടും ചീത്തപ്പേരും ഒക്കെ കൂടുതലാ അവന്. അനിയത്തി കണ്ടുപിടിച്ചൊരു ചരക്ക്. ആൺകുട്ടികളൊക്കെ ഞങ്ങനൊക്കെ ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ അവനെ എന്തറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിക്കണത്? നിനക്ക് അവന് ശരിക്കറിയോ? എനിക്കിഷ്ടാ, എനിക്ക് എത്ര അറിയുള്ളൂ. ഈ ഇഷ്ടം മാത്രം മതിയോ മുന്നോട്ട് പോവാന്? ചേച്ചി ഒന്നും ഇടപെടണ്ട. പിന്നെ ആരടി ഇടപെടുക നിന്റെ കാര്യത്തില്? ചേച്ചി അല്ലാണ്ട് നീ എന്തൊക്കെയാ പറയണത്? അവൻ എന്താ കുഴപ്പം? മോളെ, അവന് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. നിനക്ക് അവനെ ശരിക്കും അറിയില്ല. എനിക്ക് അവനെ കറക്റ്റ് ആയിട്ട് അറിയാം. അവൻ പല പെൺകുട്ടികളിലും നീ കണ്ടിട്ടില്ലേ? ഫോണിൽ മെസ്സേജ് അയച്ചിട്ടും അവരുടെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ശല്യപ്പെടുത്തിയിട്ടും എന്തോ ഒരു അലമ്പാൻ അവൻ ആ കവലയിൽ കാണിക്കണെന്ന് നിനക്കറിയോ? അത് അവനൊന്നുമില്ല, അവന്റെ കൂട്ടുകാരാ. അവനും ഉണ്ട്, അവന്റെ കൂട്ടുകാരും ഉണ്ട്. ഇന്നിപ്പോ പോട്ടെ, അവന്റെ കൂട്ടുകാരാണെങ്കിൽ അവനക്ക് ആ ഗ്യാങ്ങിൽ ഒഴിഞ്ഞു മാറിക്കൂടെ? പോരാത്തതിന് കൊള്ളും കുഞ്ചവും വേറെ കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് ഇല്ലാത്ത അവന്റെ കയ്യില്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അതും ചെയ്യില്ല. ബെസ്റ്റ്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിനക്ക് ആകെ ഉള്ളത് ഞാൻ മാത്ര. ഇങ്ങനത്തെ ഒരു ബോർ എനിക്ക് എന്റെ അനിയത്തിയെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതിനല്ല ഞാൻ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിണ്ടാക്കിയത്. അതാ മനസ്സിലാവാത്തത്? ചേച്ചി വളർത്തിണ്ടായി അതൊന്നും പറയണ്ട. എനിക്ക് എന്റെ തീരുമാനങ്ങൾക്ക് എടുക്കാൻ അറിയാം. അറിയാം. നിനക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അറിയാം. 10-20 വയസ്സുമായി, പഠിപ്പും കഴിഞ്ഞ് ജോലിക്കുള്ള ശ്രമങ്ങളൊക്കെ ആയി എന്ന് കരുതിയിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളില്ലേ? നിനക്ക് നല്ലൊരാളെ ഏൽപ്പിക്കണം. അതാണ് എന്റെ മനസ്സ് പറയണത്. അതാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. അവൻ നല്ലത് തന്നെയാ. അത് നീ മാത്രമേ പറയുള്ളൂ. ഈ വക ആഭാസനൊന്നും ഞങ്ങളുടെ നാട്ടിൽ ആരും നല്ലവനാന്ന് പറയില്ല. ചേച്ചിക്ക് അവനെ പേഴ്സണലി അറിയൊന്നുമില്ലല്ലോ. എനിക്ക് അവനെ പേഴ്സണലി നന്നായിട്ട് അറിയാം. നിനക്കേ അറിയാത്തുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞോ, മനസ്സിലാക്കണ്ട. ഈ നീ ഇത്രയും കാലം ബാംഗ്ലൂർ അവിടെ ഇവിടെ പഠിക്കായിരുന്നു. ഈ അലവലാതി നിനക്ക് ശരിക്കും അറിയില്ല കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറും 6 മാസത്തെ ബന്ധം കൊണ്ട് നീ ഒരാളെ അളക്കാൻ നിൽക്കരുത്. എനിക്ക് അവനെ കാലങ്ങളായിട്ട് അറിയാം. അവനെ ഓരോന്നും അവിടെ ഉപയോഗിക്കുന്നതും ആ പെണ്ണുങ്ങളെ കൂടെ കാട്ടിക്കൂട്ടണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശല്യം അറിയാം കവലയില്. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവൻ തന്നെ എന്റെ മോളെ പ്രേമിക്കാൻ നടക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കണ്ടിട്ടുള്ളൂ. ഇക്കണ്ട കാലം ഞാൻ നിന്നെ നോക്കിയതിനും വളർത്തിയതിനും ഒന്നും കണക്ക് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ കൂടെ നിന്നെ കല്യാണം കഴിപ്പിച്ച് തരില്ല. അതെ, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. ചേച്ചിനെ നോക്കി വളർത്തിയ കഥയും പറഞ്ഞിട്ട് ഇനി എന്റെ അടുത്ത് വരണ്ട. എന്നെ ആർക്കും അടിയറവ് പറഞ്ഞിട്ടൊന്നുമില്ല. സ്വന്തമായിട്ടേ തീരുമാനം എടുക്കാനും അത് നടത്തിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ എന്നെ ഭരിക്കാൻ വന്ന ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോവും. ഓർത്തോ? മതി ഭരിച്ചത്. ഈ കുട്ടിക്ക് എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്?